നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 4 31 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 32 തുടങ്ങി 44 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. വ്യാസമഹർഷിക്ക് കുരിയൽ പക്ഷികളുടെ അവരുടെ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും കണ്ടിട്ട് ലോകഗതിയെപ്പറ്റി ഓരോ ചിന്തകൾ മനസ്സിൽ ഉണ്ടാകുന്നു. പുത്രൻ ഇല്ലാത്ത ജന്മം എത്ര വ്യർത്ഥമാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെ പലവിധ ചിന്തകളിൽ മുഴുകി അസ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ നാരദമുനി അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നാരദമുനിയോട് വ്യാസൻ ഞാൻ ഏതു ഭഗവാനെയാണ് ഒരു പുത്രനുണ്ടാവാൻ വേണ്ടി ആരാധിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാരദമുനി ഉത്തരം പറയുകയാണ്. നാരദ ഉവാച. ശ്ലോകം 32. പാരാശര്യ മഹാഭാഗ യത്വം പൃച്ഛസി മാമിഹ തമേവാർത്ഥം പുരാ പൃഷ്ട പിത്രാ മേ മധുസൂദനഃ. മഹാഭാഗ്യവാനായ പരാശരപുത്ര, അങ്ങ് എന്നോടിപ്പോൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് തന്നെ പണ്ട് എൻ്റെ പിതാവ് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കുകയുണ്ടായി. ശ്ലോകം 33, 34, 35. ധ്യാനസ്ഥം ച ഹരിം ദൃഷ്ട്വാ പിതാ മേ വിസ്മയം ഗതഃ പര്യപൃച്ഛത ദേവേശം ശ്രീനാഥം ജഗദപതിം. കൗസ്തുഭോദ്ഭാസിതം ദിവ്യം ശംഖചക്രഗദാധരം പീതാംബരം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം. കാരണം സർവലോകാനാം ദേവദേവം ജഗദ്ഗുരും വാസുദേവം ജഗന്നാഥം തപ്യമാനം മഹത്തപഃ. ശ്ലോകം 33, 34, 35 അർത്ഥം. ദേവദേവനും ശ്രീനാഥനും ജഗത്തിൻ്റെ അധിപനും കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നവനും ദിവ്യനും ശംഖചക്രഗദാദികൾ ധരിച്ചവനും പീതാംബരനും ചതുർബാഹുവും മാറിടത്തിൽ ശ്രീവത്സമുള്ളവനും സർവലോകത്തിനും കാരണഭൂതനും ദേവദേവനും ജഗദ്ഗുരുവും വാസുദേവനും ജഗന്നാഥനും മഹത്തായ തപസ് ചെയ്യുന്നവനുമായ ഹരി ധ്യാന നിമഗ്നനായിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, അതായത് ബ്രഹ്മാവ് ചോദിച്ചു വിഷ്ണുവിനോട്. ബ്രഹ്മോവാച. ശ്ലോകം 36. ദേവദേവ ജഗന്നാഥ ഭൂതഭവ്യഭവത് പ്രഭോ തപച്ഛരസി കസ്മാത്വം കിം ധ്യായസി ജനാർദ്ദന. ത്രികാലങ്ങൾക്കും പ്രഭുവായിരിക്കുന്നവനെ ജഗന്നാഥ, അങ്ങ് തപസ് ചെയ്യാൻ എന്താണ് കാരണം? ഹേ ജനാർദ്ദന, അങ്ങ് എന്തിനെയാണ് ധ്യാനിക്കുന്നത്? ശ്ലോകം 37. വിസ്മയോയം മമത്യർത്ഥം ത്വം സർവജഗതാം പ്രഭുഃ ധ്യാനയുക്തോസി ദേവേശ കിഞ്ചിത്രമത പരം. എനിക്ക് അത്യധികം വിസ്മയമായി തോന്നുന്നത് ഇതാണ്. സർവജഗത്തിൻ്റെയും പ്രഭുവായ അങ്ങ് ധ്യാനമഗ്നനായിരിക്കുന്നു. ഇതിനേക്കാൾ വിചിത്രമായി മറ്റെന്താണുള്ളത്? ശ്ലോകം 38.
ത്വന്നാഭികമലാജ്ജാത കർത്താഹമഖിലസ്യ ച ത്വത്ത കോപ്യധികോസ്തത്ര തം ദേവം ബ്രൂഹി മാപതേ. അങ്ങയുടെ നാഭികമലത്തിൽ ജനിച്ച ഞാനാണല്ലോ ഈ സകല ജഗത്തിൻ്റെയും കർത്താവ്. അങ്ങയേക്കാൾ ആരാധ്യനായ മറ്റാരാണുള്ളത്? ആ ദേവനാരാണെന്ന് അല്ലയോ ലക്ഷ്മീപതേ എന്നോട് പറഞ്ഞാലും. ശ്ലോകം 39. ജാനാമ്യഹം ജഗന്നാഥ ത്വമാദിസർവകാരണം കർത്താ പാലയിതാ ഹർത്ത സമർത്ഥ സർവകാര്യകൃത്. ഹേ ജഗന്നാഥ, അങ്ങ് ആദിയും സർവകാരണവുമാണ്, സൃഷ്ടാവും രക്ഷിതാവും സംഹർത്താവുമാണ്. കാര്യരൂപമായ എല്ലാറ്റിൻ്റെയും സമർത്ഥനായ കർത്താവുമാണെന്ന് എനിക്കറിയാം. ശ്ലോകം 40. ഇച്ഛയാ തേ മഹാരാജ സൃജാമ്യഹമിദം ജഗത് ഹര സംഹരതേ കാലേ സോപിതേ വചനേ സദാ. അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ഞാൻ ഈ ജഗത്ത് സൃഷ്ടിക്കുന്നു. കാലമെത്തുമ്പോൾ ഹരൻ ഇതിനെ സംഹരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹവും അങ്ങയുടെ ആജ്ഞാവർത്തിയായിരിക്കുന്നു എല്ലായ്പ്പോഴും. ശ്ലോകം 41. സൂര്യോ ഭ്രമതി ചാകാശേ വായുർവാതിശുഭാശുഭഃ അഗ്നിസ്തപതി പർജന്യോ വർഷതീശത്വദാജ്ഞയാ. അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ് സൂര്യൻ ആകാശത്ത് സഞ്ചരിക്കുന്നതും വായു മന്ദാനിലനായും കൊടുങ്കാറ്റായും വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും മേഘം വർഷിക്കുന്നതുമെല്ലാം. ശ്ലോകം 42. ത്വം ദുധ്വായസിക്കം ദേവം സംശയോയം മഹാത്മമാ ത്വത്ത പരം ന പശ്യാമി ദേവം വൈ ഭുവനത്രയേ. അങ്ങ് ഏത് ദേവനെയാണ് ധ്യാനിക്കുന്നത്? ഇതാണ് എൻ്റെ വലിയ സംശയം. അങ്ങയെ കവിഞ്ഞൊരു ദേവനെ ഈ 3 ലോകത്തും ഞാനൊട്ട് കാണുന്നുമില്ല. ശ്ലോകം 43. കൃപാം കൃത്വാ വദസ്വദ്യ ഭക്തോസ്മി തവ സുവ്രത മഹതാം നൈവ ഗോപ്യം ഹി പ്രായ കിഞ്ചിദിതി സ്മൃതി. ദയവായി എന്നോട് പറഞ്ഞാലും, ഞാൻ അങ്ങയുടെ ഭക്തനാണല്ലോ. മഹാന്മാർക്ക് പ്രായേണ ഗോപ്യമായിട്ടൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. ശ്ലോകം 44. തച്ഛ്രുത്വാ വചനം തസ്യ ഹരിരാഹ പ്രജാപതിം ശൃണുഷ്വൈകമനാ ബ്രഹ്മൻ ത്വാം ബ്രവീമി മനോഗതം. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവെ, ശ്രദ്ധിച്ചു കേൾക്കൂ. എൻ്റെ മനസ്സിലുള്ളതെന്താണ് എന്ന് ഞാൻ അങ്ങയോട് പറയാം. 44 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ദേവി ഭാഗവതം 1-ാം സ്കന്ധത്തിലെ അധ്യായം 4-ലെ 44 ശ്ലോകങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.